Many of you have jumped onto websites to buy gig and festival tickets as soon as they go on sale, only to find out BBC-ലെ ബ്രേക്ക്ഫാസ്റ്റ് ബിസിനസ് ന്യൂസിന്റെ അവതാരകയാണ് വിക്ടോറിയ. രാവിലെ ബിസിനസ് ന്യൂസ് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് വിക്ടോറിയയ്ക്ക് പ്രസവ വേദനയുണ്ടായത്. പ്രസവ തീയതി ഡിസംബർ ആദ്യമായിരുന്നെങ്കിലും ഫ്ലൂയിഡ് പോകാൻ തുടങ്ങിയതോടെയാണ് അവരെ സഹപ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിക്ടോറിയയ്ക്ക് പ്രസവവേദനയുണ്ടായെന്നറിഞ്ഞ് BBC-യുടെ ഓഫീസിലേക്ക് പാഞ്ഞെത്തുകയായിരുന്ന ഭർത്താവ് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയതോടെ സഹപ്രവർത്തകയായ സാലി നജൻ വിക്ടോറിയയെ സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിച്ചു. ഭർത്താവ് എത്തും വരെ കൂട്ടുനിൽക്കാമെന്നായിരുന്നു സാലിയുടെ വാഗ്ദാനം. പക്ഷേ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും ഭർത്താവിന് പുറത്തു കടക്കാൻ കഴിയാഞ്ഞതിനാൽ കൂട്ടുകാരിയുടെ കൈപിടിച്ച് വിക്ടോറിയ ഫ്രീഡ്സ് മകന് ജന്മം നൽകി. മാഞ്ചസ്റ്ററിലെ ആശുപത്രിയിൽ സഹപ്രവർത്തകയുടെ പ്രസവത്തിന് കൂട്ടിരുന്ന അനുഭവത്തെക്കുറിച്ച് സാലി ട്വീറ്റ് ചെയ്തു. ന്യൂസ് റൂമിൽ നടന്ന സംഭവത്തെ BBC ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് ബ്രേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബേബി ന്യൂസ് എന്ന തലക്കെട്ടോടെയാണ്. A picture here, this is in the Daily Telegraph today, and this picture right in the middle, this is നേരത്തെ വന്ന അമ്മയെയും സഹപ്രവർത്തകരെയും അത്ഭുതപ്പെടുത്തിയ കുട്ടിക്കുറുമ്പന് പേരിട്ടിട്ടില്ല. പക്ഷേ BBC-യുടെ പല പ്രേക്ഷകരെയും തങ്ങളുടെ പ്രിയപ്പെട്ട വാർത്താവതാരകയുടെ പ്രസവ വിവരം അത്ഭുതപ്പെടുത്തി. കാരണം മറ്റൊന്നുമല്ല, രാവിലെ വാർത്ത അവതരിപ്പിക്കുമ്പോൾ പോലും പ്രേക്ഷകർക്ക് അവർ പൂർണ്ണ ഗർഭിണിയാണ് എന്ന് തോന്നിയിരുന്നില്ല. വാർത്തകൾക്ക് നടുവിലേക്ക് വാർത്തയായി പിറന്നു വീണ കുഞ്ഞിന്റെ ജനനം ആഘോഷമാക്കുകയാണ് BBC. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.